അപ്പോൾ ഇന്ന് ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ്. അവസാന ദിവസമായപ്പോൾ ഇത്തിരി വിഷമമുണ്ട്. കാരണം ഇത്രയും ദിവസം കോവിലിൽ പാട്ടും ബഹളമൊക്കെ ആയിരുന്നല്ലോ. ഇനി അങ്ങോട്ട് പഴയ ലൈഫിലോട്ട് എന്നല്ലോ പോകണം. അതുമാത്രമല്ല, ഇനി അടുത്തൊരു ഉത്സവത്തിന് വേണ്ടി ഒരു വർഷം കാത്തിരിക്കണം. അപ്പോൾ അതെല്ലാം ഓർത്ത് ഇന്ന് നമ്മൾ പോകുന്നത് പൊങ്കാല ഇടാനാണ്. ഞാൻ പൊങ്കാല ഇടുന്നില്ല, ചേച്ചി പൊങ്കാല ഇടുന്നുണ്ട്. വീട്ടിൽ ഒരാൾ പൊങ്കാല ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ രാവിലെ കുളിച്ച് കുട്ടപ്പയായിട്ട് അങ്ങ് കോവിലിൽ പോയി ഒന്ന് ദേവിയൊക്കെ തൊഴുതിട്ട് വന്നു. ആ സമയമായപ്പം പൊങ്കാലയ്ക്ക് ടൈമായി. അങ്ങനെ അടുപ്പിൽ ഇനി വിളക്ക് കത്തിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. കാരണം ഞാനാണ് എൻ്റെ ചേച്ചിയുടെ വീഡിയോഗ്രാഫർ. ചേച്ചിക്ക് വ്ളോഗൊക്കെ ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ നല്ല രീതിയിൽ വ്ളോഗൊക്കെ എടുത്തു കൊടുത്തു. എനിക്ക് തോന്നുന്നു ചേച്ചി അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെ പോയി വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതാ എൻ്റെ ചേച്ചി പായസം ഇടാനാണ്. എൻ്റെ ചേച്ചി ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഒന്നെങ്കിൽ എൻ്റെ വീട്ടിൽ മാഗി ഉണ്ടാക്കും, ഇല്ലെങ്കിൽ നമ്മളെ കോവിലിൽ പൊങ്കാല ഇടും. അല്ലാണ്ട് എൻ്റെ ചേച്ചി അങ്ങനെ അടുക്കളയിൽ കയറാറില്ല ഗായ്സ്. അങ്ങനെ പൊങ്കാലയൊക്കെ ഇട്ട് ലാസ്റ്റത്തെ പൂജയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഫുഡല്ലാണ്ട് വേറെ എന്താണ് പരിപാടി. അപ്പോൾ ഫുഡിന് നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഞാൻ കഴിക്കണമുള്ളൂ. കാരണം എനിക്ക് ആ ക്യൂവിൽ നിൽക്കാൻ വയ്യ. അങ്ങനെ ഏറ്റവും അവസാനമാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. അപ്പം നമ്മുടെ സദ്യയൊക്കെ നല്ല രീതിയിൽ ആസ്വദിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ.